ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. അമ്മാവൻ നിർമ്മലകുമാരന് 3 വർഷം തടവ്. പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷവും അന്വേഷണം വഴിതിരിച്ചുവിട്ടതിന് 5 വർഷവും ഉൾപ്പെടെ ശിക്ഷ വിധിച്ചു. 3-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് കോടതി 3 വർഷവും ശിക്ഷ വിധിച്ചു. ഒരു പ്രാവശ്യം വധശ്രമം നടത്തി പരാജയപ്പെട്ടപ്പോൾ ആ ശ്രമം വീണ്ടും നടത്തിയ ക്രിമിനൽ മനസ്സുള്ളയാളാണ് ഗ്രീഷ്മ എന്ന് കോടതി നിരീക്ഷിച്ചു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ നടത്തിയ ആത്മഹത്യാശ്രമം കേസ് വഴിതിരിച്ചുവിടാനുള്ള നാടകമായിരുന്നുവെന്നും ജഡ്ജി എ ബഷീർ നിരീക്ഷിച്ചു. ജ്യൂസ് ചലഞ്ചും വധശ്രമമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 48 സാഹചര്യ തെളിവുകളും വാദത്തിനിടെ പ്രോസിക്യൂഷൻ നിരത്തുകയുണ്ടായി. പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രശംസയുമുണ്ടായി. മാറിയ കാലത്ത് ഏറ്റവും സമർത്ഥമായാണ് പോലീസ് കുറ്റം തെളിയിച്ചതെന്നാണ് കോടതി പറഞ്ഞത്. 586 പേജുള്ള വിധിന്യായത്തിനാണ് പോലീസിന് അഭിനന്ദനം ലഭിച്ചത്. മരണക്കിടക്കയിലും മരണമൊഴി നൽകിയപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെപ്പറ്റി ഒന്നും പറയാതിരുന്നത് ദിവ്യമായ പ്രണയത്തിന്റെ പ്രതീകമാണെന്നും കോടതി നിരീക്ഷിച്ചു. രാവിലെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും ഗ്രീഷ്മയെ പോലീസിന്റെ പ്രത്യേക വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷമായിരുന്നു കോടതിയിലെത്തിച്ചത്. കോടതിയിലെത്തിയ ഗ്രീഷ്മ പൊട്ടിക്കരയുന്നതും കോടതി മുറി കണ്ടു. വിധി പറയും മുമ്പ് ഷാരോൺ രാജിന്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും ജഡ്ജി തന്റെ മുറിയിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. ശനിയാഴ്ചയാണ് കേസിൽ അന്തിമവാദം കേട്ട് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയത്. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ കോടതിയിൽ കത്ത് നൽകുകയും ചെയ്തു. പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമാണ് കത്തിലുള്ളത്. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം. ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയത്. അതിനായി പരിശോധനകൾ നടത്തി. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. ഷാരോണിന്റേത് മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ്. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയവും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 2022 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും ഇത് ഉറപ്പിക്കുകയും ചെയ്തു. ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പ്ലാൻ തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയുമായിരുന്നു. കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ നിലയിലായി. തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായി മജിസ്ട്രേറ്റിനു മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു. എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും ഷാരോൺ മൊഴി നൽകി. ഇതാണ് കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പായത്. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവരെയും പ്രതി ചേർത്തിരുന്നു. 2023 ജനുവരി 25-നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ ഈ മാസം 3-നാണ് അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ 22-ാം വയസ്സിലാണ് കേസിൽ പ്രതിയാകുന്നത്. ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഗ്രീഷ്മ ഇതിനായി നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നതിങ്ങനെ: പഠിക്കാൻ മിടുക്കിയായിരുന്ന ഗ്രീഷ്മ ആ മിടുക്കോടെയാണ് കാമുകനായ ഷാരോണിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും. 2021 ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലായത്. 2022 മാർച്ച് 4-ന് പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയം നടത്തി. ഇതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി.
നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി. വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടി. ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2022 ഓഗസ്റ്റ് 22 പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു. തിരുവിതാംകോട് നിന്ന് 2 ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിന്റെ കോളേജിലെത്തി. റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു. ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതിനാൽ കളഞ്ഞു. തുടർന്ന് വീട്ടിലേക്ക് വരുത്തി കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച് വശീകരിച്ചു. ഗ്രീഷ്മയും ഷാരോണും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഷാരോണിന് കീടനാശിനി കലർത്തിയ കഷായം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:35 മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ തുടർച്ചയായി നിർബന്ധിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 13 രാത്രി 1 മണിക്കൂർ 7 മിനിറ്റ് ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചു. 14 രാവിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ഫോണിലൂടെയും ചാറ്റിലൂടെയും പലതവണ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ പോയതെന്നും ഷാരോൺ ബന്ധുവിനോട് പറഞ്ഞു.